അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോറ എന്ന ഒരു വന്യവയോധികയുടെയും അതുപോലെ അവരുടെ ചെറുമകൾ ആയ ആ ചെറുമകളുടെയും രൂപസാദൃശ്യമുള്ള രണ്ടുപേരെ കണ്ടെത്തി ഒരു വലിയ തട്ടിപ്പ് തിരുവനന്തപുരത്ത് നടത്തി. അത് പണ്ട് ഞാൻ അതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തിയത്. അതായത് അവർക്ക് ജവഹർ നഗറിൽ ഒരു വസ്തുവും വീടുമുണ്ട്. അത് ഏതാണ്ട് 10 കോടി രൂപയിലധികം വില വരുന്ന ഭൂമിയും വീടുമാണ്. അപ്പോൾ ഈ വീട് തട്ടിയെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ഡോറ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരിവിടെ അങ്ങനെ വരാറില്ല. അവരെ ചെറുമകളാണ് ഇത് വളരെ ഈ വല്ലപ്പോഴും ഇതിനെ സംബന്ധിച്ചൊക്കെ ഇത് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ചെറുമകളും ദൂരെയാണ്. അപ്പോൾ ഈ ഒരാധാരം എഴുത്തുകാരൻ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒരുപാട് വലിയ തട്ടിപ്പുകൾ നടത്തിയ ആളാണെന്ന് ആണ് അയാളെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു വലിയ ക്രിമിനൽ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരുന്നത്. അത് വേറെ ഒരാൾ കൊല്ലപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. ഒരു കുടുംബത്തിലെ പല ആളുകളും മരിച്ചു അപ്രതീക്ഷിതമായിട്ട്. അതെല്ലാം ആത്മഹത്യയാണെന്നും സ്വാഭാവിക മരണമെന്നും ആണെന്നും ഒക്കെ വരുത്തി തീർത്ത് അവരുടെ വസ്തു എല്ലാം കൈകാര്യം ചെയ്ത് പലരും എഴുതി വാങ്ങി, പലരുടെയും പേരിൽ എഴുതി കൊടുത്ത, അതായത് കോടികളാണ്, 300 കോടിയോ 400 കോടി രൂപയുടെ വരെയുള്ള വസ്തുക്കൾ. അതിനകത്തൊക്കെ ഭാഗഭാക്കായെന്ന് പറയപ്പെടുന്ന ഒരാളാണ് ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ആധാരം എഴുത്തുകാരൻ. ഇയാളാണ് ഇതിന് എല്ലാം ഒത്താശയൊക്കെ ചെയ്തു കൊടുത്ത് റെഡിയാക്കിയത്. അപ്പോൾ ഇതിന് ഈ വസ്തു വാങ്ങാനായിട്ട് എഴുതി കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത് ഈ മണികണ്ഠനാണ് ഈ ആധാരം ഹാജരാക്കിയത്. അതായത് അനിൽ തമ്പി എന്ന് പറയുന്ന ഒരാളിൻ്റെ ബന്ധു എൻ്റെ പേർക്കാണ് ഈ ആധാരം അവസാനം എഴുതി വെക്കുന്നത്. അതിന് ആദ്യം ചെയ്ത പണി എന്തെന്നറിയോ? ആദ്യം ഈ ഡോറ എന്ന് പറയുന്ന സ്ത്രീക്ക് പകരക്കാരിയായിട്ട് ഒരു സ്ത്രീയെ കണ്ടെത്തി. ആ പകരക്കാരി എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ സ്വദേശിനിയായ വസന്ത എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരെ കണ്ടെത്തി കഴിഞ്ഞിട്ട് അവരുടെ കൊച്ചു മോളായിട്ട് ചെറുമകൾ എന്ന പേരിൽ പുനലൂർ സ്വദേശിയായിട്ടുള്ള മെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിയും കൂടെ ചേർന്ന് ഇവരെയും കൂടെ രണ്ടുപേരെ ശരിയാക്കിയെടുത്തിട്ട് ആദ്യം ഈ വസന്തയെ ഹാജരാക്കി ഈ ചെറുമകൾ മെറിന് ഈ ഭൂമി കൊടുക്കുന്നതായിട്ട്, ചെറുമകളായിട്ട് ഈ മെറിനെ കൊണ്ടുവന്നാണ്. മെറിൻ ഇവരുമായിട്ടൊരു ബന്ധമുള്ളതല്ല. മെറിൻ പുനലൂർ സ്വദേശിയാണ്. മെറിനെ കൊണ്ടുവന്നിട്ട് ഈ വസന്തയെ കൊണ്ട് മെറിൻ്റെ പേർക്ക് ഒരു ആധാരം എഴുതിച്ചു. ഡോറ എഴുതുന്നതായിട്ട് എഴുതി കൊടുത്തു. അത് ഈ മണികണ്ഠനാണ് ആധാരമൊക്കെ തയ്യാറാക്കി കൊടുത്തേക്കുന്നത്. എഴുതിച്ചതിന് ശേഷം ഈ മെറിന് അത് ഇഷ്ടദാനം കൊടുത്താണ്, ഗിഫ്റ്റ് ഡീഡാണ്. അത് മെറിൻ അവസാനം ഇത് അനിൽ തമ്പിയുടെ ബന്ധുവിന് വിറ്റതായിട്ടാണ് അടുത്ത ആധാരം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പോകുന്ന പോക്ക് കണ്ടോണം എങ്ങനെയൊക്കെയാണെന്ന്. ഇതൊരുപാട് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇത് പല സ്ഥലത്തും ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ആരും അവകാശികളില്ല എന്ന് വെളിവാകുന്ന ഏതെങ്കിലും വസ്തു എവിടെയെങ്കിലും കിടക്കും. അത് വല്ലവനും കണ്ടുപിടിക്കും. ഇതുപോലുള്ള വല്ല മിടുക്കന്മാരെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് ആരായിരുന്നു എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ ഓണർ ഇതുപോലെ അമേരിക്കയിലൊക്കെ പോയത്, അവരെ ഇപ്പോൾ കാണാനൊന്നുമില്ല, ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരായിട്ടൊരു സ്ത്രീയെ അങ്ങ് ശരിയാക്കിയെടുക്കും, അല്ലെങ്കിൽ പുരുഷനായിട്ട് ഒരാളെ റെഡിയാക്കി കണ്ടെത്തും. അയാളെ കൊണ്ട് വേറൊരാളുടെ പേരിൽ ആദ്യം ഒരു ആധാരം, അയാളെ കൊച്ചുമോനോ കൊച്ചുമോക്കോ കൊടുക്കുന്നതായിട്ടുള്ള ഒരാധാരം അങ്ങ് ഇഷ്ടദാന ആധാരം എഴുതിക്കും. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ ആ ഇഷ്ടദാനം കിട്ടിയ ആൾ എനിക്കിതുപോലെ ഇന്നാര് ഇഷ്ടദാനം തന്നു, എൻ്റെ അപ്പൂപ്പൻ തന്നു, അല്ലെ എൻ്റെ അച്ഛൻ തന്നു, അല്ലെ എൻ്റെ അമ്മുമ്മ തന്നു എന്നും പറഞ്ഞ് ആധാരം എഴുതിയിട്ട് ഒരു വിലയാധാരം എഴുതി കൊടുക്കും. ഇതിന് 10 ലക്ഷം രൂപയാണ് പ്രതിഫലമായിട്ട് കാണിച്ചത്. 10 ലക്ഷം രൂപ അത് ഇതിന് ആധാരത്തിൽ. എന്നിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് ആരാണെന്നറിയോ? ഇത് യഥാർത്ഥം ഇങ്ങനെ ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. അന്ന് ശാസ്തമംഗലം സബ് രജിസ്ട്രായിട്ടിരുന്ന ശാസ്തമംഗലം സബ് രജിസ്ട്രിയിലാണ് ഈ വസ്തു അതിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് ലക്ഷ്മി എന്ന് പറയുന്ന സബ് രജിസ്ട്രാറാണ്. ആ സബ് രജിസ്ട്രാർ അതായത് ഈ കള്ളിക്കാട് സ്വദേശിനിയാണ് കെ ലക്ഷ്മി എന്ന് പറയുന്ന സബ് രജിസ്ട്രാർ. ഈ സബ് രജിസ്ട്രാർ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ തമ്പിയുടെ ഈ ഒപ്പ് മാത്രം ഈ ആധാരത്തിനകത്ത്,
അതായത് ആധാരം സ്വീകരിച്ചതായിട്ട് കാണിക്കുന്ന ഒപ്പ് മാത്രമായിട്ട് അത് സബ് രജിസ്റ്റർ ഓഫീസ് വെച്ച് വാങ്ങിച്ചു. ബാക്കി ആളുകൾ ഒപ്പൊക്കെ രേഖപ്പെടുത്തിയൊക്കെ സബ് രജിസ്റ്റർ ഓഫീസിന് പുറത്ത് വെച്ചാണ് ചെയ്തു വച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ മണികണ്ഠനാണ് ഇത് ഈ ആധാരം ഈ ഹാജരാക്കിയതും എല്ലാം ചെയ്തേക്കുന്ന മണികണ്ഠനാണ് ഈ വെണ്ടർ, അതായത് ആധാരം എഴുത്തുകാരൻ. അങ്ങനെ ഇതിന് പ്രതിഫലമായിട്ട് ഈ ലക്ഷ്മിക്ക് 10 ലക്ഷം രൂപയും 10 മൊബൈൽ ഫോണും. ഈ 10 മൊബൈൽ ഫോണും നമുക്ക് ഇവർക്ക് മൊബൈൽ ഫോണിൻ്റെ കച്ചവടം ഉണ്ടോ സബ് രജിസ്ട്രാറിന്? ചിലപ്പോൾ കാണുമായിരിക്കും. ഏതായാലും 10 മൊബൈൽ ഫോണും 10 ലക്ഷം രൂപയും വാങ്ങി. അത് കുറേ നാളായി ഇത് തെളിഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് ഇപ്പം അവസാനം വളരെ കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. ഈ മണികണ്ഠൻ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഈ ആധാരം എഴുത്തുകാരന് 2 കോടി രൂപ പ്രതിഫലം. കാരണം 10 കോടി രൂപയുടെ വസ്തു മറ്റേ ലവർക്ക് ഏതാണ്ട് വളരെ ചില്ലറ തുകയാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. ഏതാണ്ട് പൈസ ഈ 2 എണ്ണം വസന്തയ്ക്കും മെറിനും കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആൾമാറാട്ടത്തിന് വേണ്ടി മാത്രമുള്ള കാശാണ് കൊടുത്തേക്കുന്നത്. അതിനു വേണ്ടി എന്തെങ്കിലും ലക്ഷക്കണക്കിന് കൊടുത്തു കാണും. അതാണെന്ന് ഇപ്പോൾ ആദ്യം മണികണ്ഠന് ഈ മുൻകൂറായിട്ട് ഒരു 40 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 1,60,00,000 രൂപ ഈ ആധാരം രജിസ്റ്റർ ആക്കിയതിന് ശേഷം കൊടുത്തു. അപ്പോൾ ഇത്ര 2 കോടി രൂപ മണികണ്ഠന് കിട്ടി. ഇതാണ് സംഭവം. അതിൽ 10 ലക്ഷം രൂപ അത് കൂടാതെ സബ് രജിസ്ട്രാർ ലക്ഷ്മിക്കും അതേപോലെ തന്നെ ഒരു 10 മൊബൈൽ ഫോണും പ്രതിഫലമായിട്ട് കൊടുത്തു. കൈക്കൂലി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചതിവ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ആധാരങ്ങൾ ഇതേപോലെ ഈ മണികണ്ഠൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് എനിക്ക് ഒരു ചാലയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതിൻ്റെ വിവരങ്ങളെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ അത് മാത്രമല്ല, അയാൾക്ക് വലിയ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് വളരെ വലിയ അടുപ്പമുണ്ട്. അപ്പോൾ ആ അടുപ്പമൊക്കെ വെച്ചുകൊണ്ടാണ് അയാൾ ഇതെല്ലാം ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മണികണ്ഠനെ ടച്ച് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയൊക്കെ ഇപ്പം എത്ര കോടി രൂപ ഇയാൾ ഇതുപോലെ ഓരോ കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ആലോചിച്ച് നോക്കിയുള്ളൂ. 2 കോടി രൂപയാണ് ഈ ഇടപാടിൽ മാത്രം കിട്ടിയേക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് ജവഹർ നഗറിൽ ഉള്ള വസ്തുവാണ് ഈ ശരിയാക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു വീടും അതാണ് ശരിയാക്കിയേക്കുന്നത്. അത് 10 കോടിയെന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ മാർക്കറ്റ് വില 10 അല്ല, അതിൽ കൂടുതൽ വരും. അതിൽ കൂടുതൽ അതിന് വില വരുന്നതാണ്. എന്തായാലും ശരി, ഇതെല്ലാം തട്ടിയെടുക്കാനായിട്ട് ഈ കൃത്രിമ ആധാരങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ആ വ്യാജ രേഖകളും ആധാരങ്ങളും ഉണ്ടാക്കി അതിനെല്ലാം കുട പിടിച്ചു കൊടുത്തത് ഈ കെ ലക്ഷ്മി എന്ന് പറയുന്ന സബ് രജിസ്ട്രാറാണ്. ഇതൊക്കെ വാങ്ങി എവിടെ കൊണ്ടുപോകാനായി ഇവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എവിടെ കൊണ്ടുപോകാനാണ്? ഇത് എൻ്റെ അടുത്ത ബന്ധു ഒരു സബ് രജിസ്ട്രാർ ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്തു. 1 രൂപ പോലും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. 1 രൂപ പോലും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. അത് വാങ്ങിക്കാതെ അന്തസ്സായിട്ട് ആ ജോലിയും കഴിഞ്ഞ് അത് റിട്ടയർ ചെയ്തിട്ട് വീട്ടിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠതയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നേരിട്ടറിയാം. 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ ആ ജോലി വളരെ സ്തുത്യർഹമായിട്ട് ചെയ്ത ഒരാളെ എനിക്കറിയാം. ഇതുപോലെ പലരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ സബ് രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത്രയും ആർത്തി പണ്ടാരങ്ങൾ എങ്ങോട്ട് പോകാനാണ്? വല്ലവരുടെയും വസ്തു പിടിച്ചു പറിച്ചു കൊടുക്കുക, അതിന് കൂട്ടു നിൽക്കുക, അതിന് കള്ളാധാരം ചമച്ചു കൊടുക്കുക, അതിനെല്ലാം ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ഇത് മനസ്സിലാക്കി ഇതിനെല്ലാം കൂടെ പിടിച്ചു കൊടുത്തു. അപ്പോൾ അതിന് കൂട്ടു നിന്നതിനാണ് ഈ 10 ലക്ഷം രൂപയും 10 മൊബൈൽ ഫോണും. ഏതായാലും ഇനി ഈ 10 മൊബൈൽ ഫോണും ഒക്കെ കൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായി, റിമാൻഡ് ചെയ്യപ്പെടും. ഇനി അതറിയാൻ വയ്യ, ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാരണവശാലും ഇത് പുറത്ത് വിടാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, ഇതിന് എടുക്കേണ്ട കേസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യാജ ആധാരം ചമച്ചത് മാത്രമല്ല, ഇവരുടെ പേരിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള കേസും കൂടെ എടുക്കണം. അതാണ് വേണ്ടത്. അത് എടുത്ത് വിജിലൻസും അന്വേഷിക്കണം. ഈ സ്ത്രീയെ വിജിലൻസ് കോടതിയിൽ തന്നെ ഹാജരാക്കുകയും വേണം. അതായത് പിക്യൂണിയറി ബെനിഫിറ്റിന് വേണ്ടി ഇങ്ങനെ കാണിച്ചേക്കുന്നതിന് ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഒരു പാഠമായിരിക്കട്ടെ എല്ലാ കൈക്കൂലിക്കാർക്കും.